സുഹൃത്തുക്കളെ, വീണ്ടും സ്വാഗതം. നൂറ്റാണ്ടുകളിലുടനീളം കയീന്റെയും ഹാബേലിന്റെയും കഥ മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വേട്ടയാടുന്ന ആഖ്യാനങ്ങളിൽ ഒന്നായി തുടരുന്നു. അസൂയയുടെയും മത്സരത്തിന്റെയും ദിവ്യനീതിയുടെയും ദൈവശാസ്ത്രജ്ഞരെയും നിഗൂഢശാസ്ത്രജ്ഞരെയും തത്വചിന്തകരെയും ഒരുപോലെ ആകർഷിച്ച ഒരു നിഗൂഢ അടയാളത്തിന്റെ കഥയാണിത്. ആദാമിന്റെയും ഹൗവയുടെയും ആദിജാതനായ കയീൻ ആദ്യത്തെ കൊലപാതകിയായി മാറിയെന്നും അവനെ കണ്ടെത്തുന്ന ആരും അവനെ കൊല്ലാതിരിക്കാൻ ദൈവം അവന്റെ മേൽ ഒരു അടയാളം വെച്ചുവെന്നും ബൈബിൾ നമ്മോട് പറയുന്നു. അത് ഭൗതികമോ ആത്മീയമോ പ്രതീകാത്മകമോ ആയിരുന്നു. ഇന്ന് മനുഷ്യവർഗത്തിൽ അത് പ്രതിധ്വനിക്കാൻ കഴിയുമോ? In the dawn of the world, envy took its first breath. Why him and not me? Am I? But God set a mark upon him, a sign that still whispers through time. The mark remains forever. കൂടുതൽ ക്രിസ്തീയ രഹസ്യങ്ങൾക്കും മറഞ്ഞിരിക്കുന്ന സത്യങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ താഴെ ഒരു അഭിപ്രായം ഇടുക. നിങ്ങൾക്കറിയാവുന്നതോ ദൈവം നിങ്ങൾക്ക് വെളിപ്പെടുത്തിയതോ പങ്കിടുക. നമുക്ക് ഒരുമിച്ച് കണ്ടെത്തലിന്റെ ഈ യാത്രയിലാണ് നമുക്ക് ഒരു കുടുംബമായി ക്രിസ്തുവിൽ പഠിക്കുകയും വളരുകയും ചെയ്യാം. ICU ബയോമാർക്സ് എന്ന മൊബൈൽ ആപ്പ് സങ്കല്പിക്കുക. ആശയം അതിശയിപ്പിക്കുന്നതാണ്. ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യുക. നിങ്ങളിൽ നിരവധി നിഗൂഢ അടയാളങ്ങളിൽ ഒന്ന് കയീന്റെ അടയാളമോ നുണയന്റെ അടയാളമോ കൊലപാതകിയുടെയോ നരഭോജിയുടെയോ അടയാളമോ ഉണ്ടോ എന്ന് ആപ്പ് വെളിപ്പെടുത്തുന്നു. ഇത് സയൻസ് ഫിക്ഷൻ പോലെ തോന്നുന്നു, പക്ഷേ ഈ ആശയം മനുഷ്യന്റെ ഭാവനയിൽ ആഴത്തിലുള്ള എന്തോ ഒന്ന് സ്പർശിക്കുന്നു. നമ്മുടെ ധാർമ്മികവും ആത്മീയവുമായ അവസ്ഥ നമ്മുടെ ശരീരത്തിലോ മുഖത്തോ ദൃശ്യമായ അടയാളങ്ങൾ അവശേഷിപ്പിച്ചേക്കാം എന്ന വിശ്വാസം. അത്തരമൊരു ആപ്പ് നിലവിലില്ലെങ്കിലും ഈ ആശയം ശക്തമായൊരു ചോദ്യം ഉയർത്തുന്നു. ചില ആളുകൾ യഥാർത്ഥത്തിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ടോ? തിരുവെഴുത്തുകളിലും ഇതിഹാസങ്ങളിലും വിവരിച്ചിരിക്കുന്ന അടയാളങ്ങൾ ആത്മീയ അഴിമതിയുടെയോ ദിവ്യവിധിയുടെയോ യഥാർത്ഥ സൂചകങ്ങളാണോ? അത് പരിവേഷണം ചെയ്യുന്നതിന് നമ്മൾ തുടക്കത്തിലെ കയീനിലേക്ക് തന്നെ പോകണം. ഉൽപ്പത്തി പുസ്തകത്തിൽ ആദാമിനും ഹൗവയ്ക്കും 2 പുത്രന്മാർ ജനിച്ചതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൃഷിക്കാരനായ കയീനും ഇടയനായ ഹാബേലും. ഇരുവരും ദൈവത്തിന് വഴിപാടുകൾ കൊണ്ടുവന്നു. പക്ഷേ ഹാബേലിന്റെ യാഗം മാത്രമേ സ്വീകരിച്ചോളൂ. അസൂയയും മുറിവേറ്റ അഹങ്കാരവും നിറഞ്ഞ കയീൻ തന്റെ സഹോദരനെ ക്രൂരമായി കൊലപ്പെടുത്തി. ദൈവം നേരിട്ട് അവനോട് ചോദിച്ചപ്പോൾ അവൻ തന്റെ കുറ്റബോധം നിഷേധിച്ചു. ഞാൻ എൻ്റെ സഹോദരന്റെ കാവൽക്കാരനാണോ എന്നൊരു ചോദ്യം. ആ ധിക്കാരത്തിൽ ഏതിനുശേഷമുള്ള ആദ്യത്തെ മത്സരം മനുഷ്യവർഗം കണ്ടു. ഇത്തവണ പ്രലോഭനത്തിനെതിരെയല്ല, മറിച്ച് ഉത്തരവാദിത്തത്തിനെതിരെയായിരുന്നു കയീനെ നാടുകടത്തിയത്. ഭൂമിയിൽ അലഞ്ഞു തിരിയാൻ ശപിച്ചു. ആരും അവനെ കൊല്ലാതിരിക്കാൻ ദൈവം അടയാളപ്പെടുത്തി. എന്നാൽ ഈ അടയാളം എന്തായിരുന്നു എന്ന് ഏതിന് പുറത്തുള്ളവർ പോലും അത് തിരിച്ചറിയാൻ കഴിയാത്ത വിധം അത് ഇത്ര ശക്തമായിരുന്നത് എന്തുകൊണ്ടാണ്? ഇത് മറ്റൊരു ചോദ്യം ഉയർത്തുന്നു. കയീൻ ഭയപ്പെട്ട ആളുകൾ ആരായിരുന്നു? ബൈബിൾ ആദാമിനെയും ഹൗവയെയും അവരുടെ പുത്രന്മാരെ മാത്രമേ പരാമർശിക്കുന്നുള്ളൂ. തോട്ടത്തിന് പുറത്ത് മറ്റു ജീവികൾ ഉണ്ടായിരുന്നു എന്നാണോ ഇതിനർത്ഥം? മറ്റു മനുഷ്യവംശ പരമ്പരകൾ അല്ലെങ്കിൽ ആദാമിന് മുമ്പുള്ള വംശങ്ങളുടെ അവശിഷ്ടങ്ങൾ? ഈ വാചകം അവ്യക്തമായി തുടരുന്നു. പക്ഷേ പുരാതന പാരമ്പര്യങ്ങൾ സൂചിപ്പിക്കുന്നത് കയീൻ ഇതിനകം തന്നെ ജനവാസമുള്ള ഒരു വിശാലമായ ലോകത്തേക്ക്, നമുക്കറിയാവുന്നതിനേക്കാൾ പഴയ ഒരു ലോകത്തിലേക്ക് നടന്നു എന്നാണ്. കാലക്രമേണ പണ്ഡിതന്മാരും നിഗൂഢശാസ്ത്രജ്ഞരും കയീന്റെ അടയാളത്തെക്കുറിച്ച് എണ്ണമറ്റ സിദ്ധാന്തങ്ങൾ മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഭൗതിക മാർക്ക് സിദ്ധാന്തം പറയുന്നത് ചില പാരമ്പര്യങ്ങൾ അടയാളം ദൃശ്യമാണെന്നും അവകാശപ്പെട്ടു. ഒരു വടു, ഒരു കൊമ്പ്, ഒരു പച്ചകുത്തൽ അല്ലെങ്കിൽ ചർമ്മത്തിന്റെ നിറം മാറ്റം. ഈ സിദ്ധാന്തത്തിന്റെ ഏറ്റവും ദാരുണമായ വികലത ചില ഗ്രൂപ്പുകൾ വംശീയതയെയും അടിമത്തത്തെയും ന്യായീകരിക്കാൻ ഉപയോഗിച്ചപ്പോൾ ഇരുണ്ട ചർമ്മത്തെ കയീന്റെ ശാപമായി തുലനം ചെയ്തു. തിരുവെഴുത്തധിഷ്ഠിതമല്ലാത്ത ഒരു കടുത്ത തെറ്റായ വ്യാഖ്യാനം. അടുത്തത് ഭീമൻ സിദ്ധാന്തം. ചില അപ്പോക്രിഫിക്കൽ സോദർസുകൾ കയീന്റെ പിൻഗാമികളെ രാക്ഷസന്മാരായും കനാര്യരുമായും ബന്ധിപ്പിക്കുന്നു. അദ്ദേഹത്തിന്റെ അടയാളം അസ്വാഭാവിക വലിപ്പമോ വൈകല്യമോ ആയിരിക്കാമെന്നും സൂചിപ്പിക്കുന്നു.
ഒരുപക്ഷെ അദ്ദേഹത്തെ പിൻകാല നെഫിലിമുകളുമായി ബന്ധിപ്പിക്കുന്നു. അടുത്തത് ആത്മീയ മാർക്ക് സിദ്ധാന്തം. ചിലർ വിശ്വസിക്കുന്നത് അടയാളം ഭൗതികമല്ല, മറിച്ച് ആന്തരികമായിരുന്നു എന്ന്. ഒരു ആത്മീയ വൈബ്രേഷൻ അവനിൽ നിന്നും പ്രസരിപ്പിക്കുന്നു. കുറ്റബോധം, ഭയം, മത്സരം എന്നിവയുടെ ഒരു ഊർജം. ആദാമിന്റെയും ഹവ്വയുടെയും പുസ്തകവുമായി ഇത് യോജിക്കുന്നു. അതിൽ കൈൻ വിറയലും ഭയവും കൊണ്ട് ശപിക്കപ്പെട്ടുവെന്ന് പറയുന്നു. അവന്റെ വിറയൽ വെറും ഭയമല്ല, മറിച്ചൊരു ദൈവിക അടയാളമായിരുന്നു. അവന്റെ ആന്തരിക അഴിമതിയുടെ ദൃശ്യമായ ഒരു പ്രകടനമായിരുന്നു. അടുത്തത് ചിഹ്നമായ മാർക്ക് സിദ്ധാന്തം. പുരാതന എബ്രായിൽ വാക്കിന്റെ അർത്ഥം ശകുനം അല്ലെങ്കിൽ മുദ്ര എന്നാണ്. ഇതൊരു കുരിശു പോലുള്ള ഒരു ചിഹ്നമായി ഡാവായി എഴുതിയിരിക്കാം. അതൊരിക്കൽ സത്യത്തെയോ ദിവ്യ ഉടമസ്ഥതയോ പ്രതികരിക്കുന്നു. വിരോധാഭാസമെന്ന് പറയട്ടെ, ഇതിനർത്ഥം കൈൻ ശപിക്കപ്പെട്ടവനായി മാത്രമല്ല, ദൈവത്താൽ സംരക്ഷിക്കപ്പെട്ടവനായി മുദ്രയിട്ടിരിക്കുന്നു, ശിക്ഷ പൂർത്തിയാകുന്നതുവരെ മരിക്കാൻ കഴിയാത്ത വിധം. ഉൽപ്പത്തി വിവരണത്തിൽ ആദാമിന്റെയും ഹവ്വയുടെയും സംഘർഷമെന്ന അപ്പോക്രിഫിക്കൽ വാചകം ഉൽപ്പത്തി വിവരണത്തിൽ അസാധാരണമായ വിശദാംശങ്ങൾ ചേർക്കുന്നു. കൈനെ സാത്താൻ തന്നെ സ്വാധീനിച്ചതായി ഇത് വിവരിക്കുന്നു. അവൻ തന്റെ ഹൃദയത്തെ അസൂയയും വിദ്വേഷവും കൊണ്ട് നിറച്ചു. ഈ വിവരണമനുസരിച്ച് ലുല്ലുവ എന്ന ഇരട്ട സഹോദരിയോടൊപ്പം കൈൻ ജനിച്ചു. അതേസമയം ഹാബേലിന് അക്ലിയ എന്ന ഇരട്ടയുണ്ടായിരുന്നു. ഹാബേൽ സുന്ദരിയായ ലുല്ലുവെ വിവാഹം കഴിക്കുമെന്നും കൈൻ അക്ലിയെ വിവാഹം കഴിക്കാൻ നിർബന്ധിതനാകുമെന്നും സൂചിപ്പിച്ചുകൊണ്ട് സാത്താൻ കൈനെ പ്രലോഭിച്ചു. കൈൻ അവളെ വെറുത്തു. ഈ അസൂയ ആദ്യ കൊലപാതകത്തിന്റെ തീപ്പൊരിയായി മാറി. ദൈവം കൈനുമായി ഏറ്റുമുട്ടിയപ്പോൾ അവൻ കരുണ കാണിച്ചു. കൈൻ പശ്ചാത്തപിച്ചിരുന്നെങ്കിൽ അവന്റെ പാപം ക്ഷമിക്കപ്പെടുമായിരുന്നു. പകരം അവൻ തന്റെ ഹൃദയം കഠിനമാക്കി. അങ്ങനെ ദൈവം അവനെ ശപിച്ചു. അവനെ കൊന്നുകൊണ്ടല്ല, മറിച്ച് അവനെ അനന്തമായ കുറ്റബോധത്തിലും വിറയിലും ഭയത്തിലും ജീവിക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ടാണ്. കൈൻ സ്വന്തം മനസാക്ഷിയാൽ പീഡിപ്പിക്കപ്പെടുന്ന ഒരു അലഞ്ഞു തിരിയുന്നവനായി അവന്റെ വിറയൽ ശിക്ഷയും സംരക്ഷണവുമായിരുന്നു. അവനെ കണ്ടുമുട്ടിയ എല്ലാവർക്കും ദൃശ്യമായ ഒരു അടയാളം. കൈൻ്റെ പിൻഗാമികൾക്ക് എന്തു സംഭവിച്ചു? ഏദന് കിഴക്കുള്ള നോഡ് ദേശത്ത് അദ്ദേഹം താമസമാക്കി. തന്റെ മകൻ ഹാനോക്കിന്റെ പേരിൽ ഒരു നഗരം സ്ഥാപിച്ചുവെന്ന് തിരുവെഴുത്ത് പറയുന്നു. ആക്രമത്തിനും പ്രതികാരത്തിനും പേരുകേട്ട ലാമേക്കിനെ പോലുള്ള ആളുകൾ അദ്ദേഹത്തിന്റെ വംശത്തിലൂടെ വന്നു. എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ രക്തബന്ധം ഒടുവിൽ വെള്ളപ്പൊക്കത്തിൽ അപ്രത്യക്ഷമായി. ചില നിഗൂഢ പാരമ്പര്യങ്ങൾ സൂചിപ്പിക്കുന്നത് കൈൻ്റെ വംശപരമ്പരയുടെ അടയാളങ്ങൾ അതിജീവിച്ചു എന്നാണ്. മറ്റു കുടുംബങ്ങളുമായി ലയിച്ച് ആത്മീയ അടയാളം പ്രചരിപ്പിച്ചു. മത്സരം, വഞ്ചന അല്ലെങ്കിൽ ആക്രമത്തിലേക്കുള്ള ഒരു പ്രവണത. ചില ആത്മാക്കൾ പൂർവിക ശാപം വഹിക്കുന്നത് പോലെ ഇരുട്ടിലേക്ക് ആകർഷിക്കപ്പെടുന്നത് ഇതുകൊണ്ടായിരിക്കുമോ? അതോ മനുഷ്യവ്യവസ്ഥയുടെ ഒരു രൂപകമാണോ? വെളിപ്പാട് പുസ്തകം മറ്റൊരു അടയാളത്തെക്കുറിച്ച് പറയുന്നു. മൃഗത്തിന്റെ അടയാളം അന്ത്യകാലത്ത് ദൈവത്തെ നിരസിക്കുന്നവർക്ക് നൽകപ്പെടുന്നു. ഇത് കേവലം യാദൃച്ഛികതയാണോ, അതോ കൈനിൽ നിന്നും ആരംഭിച്ച അതേ ആത്മീയ തത്വത്തിന്റെ തിരിച്ചുവരവാണോ? രണ്ടടയാളങ്ങളും ദൈവത്തിൽ നിന്നുള്ള വേർപിരലിനെ പ്രതിനിധീകരിക്കുന്നു. അനുസരണക്കേട്, അഹങ്കാരം, സ്വയം ഇച്ഛാശക്തി എന്നിവയുടെ ഒരു അടയാളം. ഈ അർത്ഥത്തിൽ കൈൻ്റെ അടയാളം തുടർന്നുള്ള എല്ലാ മത്സരങ്ങളുടെയും മാതൃകയായിരുന്നു. കൈൻ്റെ അടയാളം അവനെ ശപിക്കപ്പെട്ടവനാണെന്നും എന്നാൽ സംരക്ഷിക്കപ്പെട്ടവനാണെന്നും തിരിച്ചറിഞ്ഞതുപോലെ മൃഗത്തിന്റെ അടയാളം അന്തിമ മത്സരത്തിന് കീഴിൽ മുദ്രയിട്ടവരെയും തിരിച്ചറിയും. അപ്പോക്രിഫിക്കൽ വിവരണം ഒരുപക്ഷെ ഏറ്റവും ആഴത്തിലുള്ള വ്യാഖ്യാനം നൽകുന്നു. കൈൻ്റെ വിറയിലും ഭയവും വെറും ലക്ഷണങ്ങളല്ലായിരുന്നു, അവ അടയാളമായിരുന്നു. സ്വന്തം കുറ്റബോധത്താൽ വേട്ടയാടപ്പെട്ട, വിശ്രമിക്കാൻ കഴിയാത്ത, താൻ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ബോധമുള്ളവനായി എന്നേക്കും ജീവിക്കുക എന്നതായിരുന്നു അവന്റെ ശിക്ഷ. ഈ വിറയൽ ദൈവത്തിന്റെ കരുണയായിരുന്നു, കഷ്ടപ്പാടിലൂടെ മാനസാന്തരമുണർത്താൻ. ഭയവും കുറ്റബോധമാണ് യഥാർത്ഥ അടയാളമെങ്കിൽ നമ്മളിൽ പലരും നമ്മുടെ ഉള്ളിൽ കൈൻ്റെ നിഴൽ വഹിക്കുന്നുണ്ടാകാം. അഹങ്കാരം നമ്മെ അന്ധരാക്കുമ്പോഴെല്ലാം, കോപം കീഴടക്കുമ്പോഴെല്ലാം, അല്ലെങ്കിൽ കുറ്റബോധം നമ്മെ ഒറ്റപ്പെടുത്തുമ്പോഴെല്ലാം നാം അവന്റെ ശാപം പ്രതിനിധീകരിക്കുന്നു. സത്യത്തിൽ നിന്ന് അകന്നുപോയ ഓരോ ആത്മാവിന്റെ വിറയലാണ് കൈൻ്റെ വിറയൽ. അപ്പോൾ കൈൻ്റെ അടയാളം എന്താണ്? ഒരു പ്രതീകമോ, ഒരു ശാപമോ, ആത്മീയ ദുഷിപ്പിന്റെ നീണ്ടു നിൽക്കുന്ന പ്രകമ്പനമോ? ഒരുപക്ഷെ ഇതെല്ലാം ആയിരിക്കാം. ഒരു മനുഷ്യന്റെ ധിക്കാരമായി ആരംഭിച്ചത് പാപത്തിന് വീണ്ടെടുപ്പിനും ഇടയിലുള്ള മനുഷ്യരാശിയുടെ തുടർച്ചയായ പോരാട്ടത്തിന്റെ ഒരു കണ്ണാടിയായി മാറിയിരിക്കുന്നു. യഥാർത്ഥ അടയാളം ചർമ്മത്തിലായിരിക്കില്ല, മറിച്ച് ആത്മാവിലാണ്. അഹങ്കാരം എളിമയെ ജയിക്കുമ്പോഴും അസൂയ സ്നേഹത്തെ നിശബ്ദമാക്കുമ്പോഴും എന്ത് സംഭവിക്കുമെന്നതിൻ്റെ ഓർമ്മപ്പെടുത്തൽ. കൈൻ്റെ കഥ പുരാതന ചരിത്രം മാത്രമല്ല, അത് നമ്മുടെ എല്ലാം കഥയാണ്. ഒരുപക്ഷെ അവൻ്റെ അടയാളം മനസ്സിലാക്കുമ്പോൾ നമ്മൾ നമ്മുടെ സ്വന്തം മനസ്സിലാക്കലേക്ക് അടുക്കും. ഉണർന്നിരിക്കുക, ബോധവാന്മാരായിരിക്കുക, സുരക്ഷിതരായിരിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ.